നമസ്കാരം. ദിവ്യ ശ്രീധരന്റെ മകൾ മായയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും. അമ്മയുടെ വിവാഹത്തിന് ശേഷം മകൾ മായ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടി തുടങ്ങി. നല്ലൊരു അച്ഛനെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ദിവ്യയുടെ 2 മക്കളും. 18 വയസ്സുകാരിയായ മായ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ അമ്മ ദിവ്യ ശ്രീധരന്റെയും അച്ഛൻ ക്രിസ് വേണുഗോപാലിന്റെയും കൂടെയുള്ള ചിത്രങ്ങൾ തന്നെയാണ് മകൾ മായ സോഷ്യൽ മീഡിയയിലൂടെ അധികവും ആരാധകർക്കായി പങ്കുവെക്കാറുള്ളത്. താരത്തിന്റെ പുത്തൻ വിശേഷങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുമുണ്ട്. ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് മായയ്ക്ക് ആരാധകരായിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മായ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുഞ്ഞിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി. തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് മായ ഒരു കുഞ്ഞു കൊച്ചിന്റെ വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ രസകരമായ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത്. മായക്ക് ഒരു അനിയത്തി കുഞ്ഞിനെ വേണമെന്ന് തോന്നുന്നു. ഒരു അനിയത്തി കുഞ്ഞിനെ വേണമെന്നുള്ള കാര്യം അമ്മയോടും അച്ഛനോടും പറയാതെ പറയുകയാണ് എന്നും തോന്നുന്നുണ്ട്. സമയമൊന്നും വൈകിയിട്ടില്ലല്ലോ. അമ്മയും അച്ഛനും ചെറുപ്പമാണ്. എന്തുകൊണ്ടൊരു കുഞ്ഞിനെ കിട്ടിക്കൂടാ എന്നും മകൾ ചിന്തിക്കുന്നുണ്ടാകും എന്നൊക്കെയായിരുന്നു ആരാധകരുടെ രസകരമായ കമന്റുകൾ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നാലും ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ദിവ്യ ശ്രീധറും ഭർത്താവ് ക്രിസ് വേണുഗോപാലും. ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ലക്ഷക്കണക്കിന് ആരാധകരാണ് ഒരു വിവാഹം കൊണ്ട് ഈ താരദമ്പതികൾ സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഒരു കുഞ്ഞുണ്ടായി കാണണം എന്ന് തന്നെയാണ് ആരാധകരുടെയും വലിയ സ്വപ്നം. കാരണം കടുത്ത വിമർശനങ്ങളായിരുന്നു ഇരുവരും വിവാഹിതരായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത്. എന്തുകൊണ്ട് പ്രായമായ 2 വ്യക്തികൾക്ക് വിവാഹം കഴിച്ചൂടാ എന്ന് ചോദിച്ചുകൊണ്ട് ദിവ്യ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇരുവർക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ദിവ്യയ്ക്ക് 40 വയസ്സ്, ഭർത്താവ് ക്രിസ് വേണുഗോപാലിന് 47 വയസ്സും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിവ്യ ശ്രീധറും ഭർത്താവ് ക്രിസ് വേണുഗോപാലും വിവാഹിതരായത്. 2 മക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു ദിവ്യ ക്രിസിനെ വിവാഹം കഴിച്ചത്. ദിവ്യ ശ്രീധർ ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ ബന്ധത്തിൽ 2 മക്കളുമുണ്ട്. മക്കളെയും കൂട്ടി തന്നെയാണ് വിവാഹത്തിന് ഒരുങ്ങിയത് ദിവ്യ. അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. അത് എക്സ്ട്രീം ലെവൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്ന് ക്രിസ് തന്നെ ഒരു അഭിമുഖത്തിൽ വെച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇരുവരുടെയും ആദ്യ വിവാഹം പരാജയമായിരുന്നു. അതോടെയാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ചാലോ എന്നുള്ള ചിന്ത ദിവ്യയുടെയും ക്രിസിന്റെയും മനസ്സിൽ ഉദിച്ചത്. പത്തരമാറ്റ പരമ്പരയിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ചത്. പിന്നീട് സുഹൃത്തുക്കളായി മാറി. ഒടുവിൽ വിവാഹം വരെ എത്തി. നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.